അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്കൊരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ് കാണാനുള്ളത്. സ്പെഷ്യൽ പെർഫോമൻസുമായിട്ട് വേദിയിലേക്ക് എത്തുന്നത് നമ്മുടെ യുവജനോത്സവ വേദികളാണ് നമ്മുടെ ഒട്ടുമിക്ക എല്ലാ കലാകാരന്മാരുടെയും തുടക്കം. അങ്ങനെ യുവജനോത്സവ വേദികളിലൂടെ ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു കലാകാരനാണ് അബിൻ. അബിൻ, നമസ്കാരം. നമസ്കാരം. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? ഇനി പ്ലസ് ടുവിലേക്ക്. പ്ലസ് 1 കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ ഈ പ്രാവശ്യത്തെ സംസ്ഥാന യുവജനോത്സവത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. A ഗ്രേഡ് ആണ് കിട്ടിയത് അല്ലേ? ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് അബിൻ്റെ മിമിക്രിയിൽ എന്തൊക്കെയാണ് ഐറ്റംസ്? ആദ്യമായിട്ട് പക്ഷികളുടെ ശബ്ദമാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. കഴിഞ്ഞോ? അപ്പൊ പക്ഷികളുടെ പലതരത്തിലുള്ള പക്ഷികളുടെ ശബ്ദം നമ്മൾ കേട്ടു. ഇനി അടുത്തത് എന്താ ചെയ്യാൻ പോകുന്നത്? ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഹെലികോപ്റ്ററിന്റെ ശബ്ദം. ആകാശത്തോടെ പോകുന്ന ഹെലികോപ്റ്റർ. ഓക്കെ. അങ്ങ് പോയോ? പോയി, ഹെലികോപ്റ്റർ സ്ഥലം വിട്ടു. ഓക്കെ. ഇനി എന്താ പിന്നെ? തകിലിന്റെ ശബ്ദം. ഓക്കെ. ഓക്കെ, ഗുഡ്. ഇനി കുതിരയുടെ ശബ്ദമാണ്. ഓക്കെ. കുതിര എന്ന് പറഞ്ഞതും കുതിര വന്നതും ഭയങ്കര പെട്ടെന്നായിരുന്നു. ഒരു ഇതും ഇല്ലാണ്ട് കുതിര ഇടിച്ചു കയറി ഇങ്ങനെ വന്നു. അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് പേടിച്ചു. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ യുവജനോത്സവ വേദിയിൽ ചെയ്യുമ്പോഴും ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ചെയ്യണം, അത് എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കോ? അടുത്തതായി ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നു അങ്ങനെയൊക്കെ പറയാറുണ്ടോ? എന്താ പിന്നെ ഇപ്പോൾ പറയാത്ത? ഞാനിവിടെ ഉള്ളതുകൊണ്ടാണോ? അങ്ങനെയാണ് തന്നെ പറഞ്ഞു. ഇനി പറയൂ, ഇനി എന്താ അടുത്ത ചെയ്യാൻ പോകുന്നത്? സാരേ ജഹാം സേ അച്ഛാ എന്ന ട്യൂൺ ഒരു ട്രംപറ്റിലൂടെ വായിക്കും. ഓക്കെ. കഴിഞ്ഞോ? ഇത്ര ഐറ്റംസ് ആയിരുന്നോ പെർഫോം ചെയ്തത്? അത് വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ? മറന്നുപോയോ? ഇപ്പൊ നല്ല ടെൻഷൻ ഉണ്ടല്ലേ? ഓക്കെ അബിൻ, അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് സ്റ്റേജിൽ കാണുന്ന എല്ലാ കലാകാരന്മാരെയും തുടക്കം എന്ന് പറയുന്നത് സ്കൂളിലുള്ള ഇതുപോലുള്ള സ്റ്റേജുകളായിരിക്കും. അപ്പോൾ അവിടെ കയറി നമ്മളെല്ലാ അംഗങ്ങളും കഴിഞ്ഞ് ഈ സ്റ്റേജ് ഫിയർ ഒക്കെ മാറിയിട്ടാണ് നമ്മൾ വലിയ വലിയ സ്റ്റേജുകളിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഇതൊരു നല്ല തുടക്കം ആവട്ടെ. ഇനി ഒരുപാട് വലിയ വലിയ സ്റ്റേജുകളിലേക്കൊക്കെ ചെല്ലാനുള്ള ടാലന്റ് ഉണ്ടാവട്ടെ. അതിന് വേണ്ടി ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് ഇവിടെ ഇതിൻ്റെയൊക്കെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർ ഇരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സജഷൻസും അഭിപ്രായങ്ങളും ഒക്കെ പറയാനുള്ളത് അബിനോട്? അല്ല, ഈ ഒരു പ്രായത്തിലും നമ്മൾ ഇതുപോലും ചെയ്യില്ല. ഇത് എത്രയെങ്കിലും ഇപ്പോൾ ഈ കലാകാരന്മാരല്ലേ ഇതുപോലുള്ള കലാകാരന്മാരുടെ മുമ്പിൽ ഞങ്ങൾക്ക് സത്യത്തിൽ ഇരിക്കാൻ തന്നെ ചമ്മല. കാരണം അസാധ്യ ആർട്ടിസ്റ്റുകളാണ് എല്ലാവരും. കുട്ടികൾ ഒരുപാട് ടാലന്റ് ഉള്ള കുട്ടികൾ, ഭയങ്കരമായിട്ട് ടാലന്റ് ഉള്ള കുട്ടികളാണ്. മോന് നല്ല ടാലൻ്റ് ഉണ്ട്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നല്ല ഉയർച്ചയിലേക്ക് വരും കേട്ടോ. ഒരുപാട്. എൻ്റെ ഒരു അനുഭവത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോഴൊന്നും ഞാൻ ഇതുവരെ വേദികളിലൊന്നും കയറിയിട്ടില്ല. പേടിയുണ്ടായതെന്നല്ല, എന്തോ കയറാൻ അത് തന്നെ സത്യം. എബിന് പോലുള്ള ഇത് ഈ പുതിയ ജനറേഷനിലുള്ള കുട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയം കുറവാണ്. ഇപ്പോഴും നമുക്ക് സ്റ്റേജിൽ കയറുമ്പോൾ കൈ കാലും വിറയ്ക്കും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറേ കൂടി
ഇതുണ്ട്, എന്തുവാ ഒരു സ്റ്റേജിനെ ഫേസ് ചെയ്യാനുള്ളൊരു സ്റ്റേജിനെ എന്ത് കാര്യത്തിന് ഫേസ് ചെയ്യാൻ അതെ, അവർക്ക്. അതെ. അത് മാത്രമല്ല, കാണാൻ ഇരിക്കുന്ന ജനങ്ങൾക്ക് നമ്മളെ കാട്ടി സെൻസാ. ആ. തീർച്ചയായിട്ടും. എന്തായാലും എബിൻ്റെ ഈ പെർഫോമൻസ് സൂപ്പറായിരുന്നു. ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ എബിക്ക് കഴിയും. അത് കുറച്ചുകൂടെ ഒന്ന് അതെ, ഒരു ആർജവം, കുറച്ച് പ്രാക്ടീസ്, ഒബ്സർവേഷൻ, കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോഴേക്കും നമുക്ക് പൊളിക്കാം. ഓക്കെ, ഓക്കെ, താങ്ക് യു സോ മച്ച്.